ഹൈ ഓൾ +1 ആൻഡ് +2 ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ കലാസൃഷ്ടി മനുഷ്യനാണ്. മനുഷ്യന്റെ തലച്ചോർ എന്നത് വളരെ പവർഫുള്ളായ ഒരു വസ്തുവാണ്. പക്ഷേ തലച്ചോറിന്റെ ശക്തിയും പൊട്ടൻഷ്യലും തിരിച്ചറിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റില്ലെന്ന് നമ്മൾ വിചാരിച്ച ലക്ഷ്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ തലച്ചോറിനെ നമ്മൾ ശരിയായി വിനിയോഗിച്ചാൽ. ഞാൻ നിങ്ങൾക്ക് ഒരു വനിതയെ പരിചയപ്പെടുത്താം. ദീപ മാലിക്. ദീപ ഒളിമ്പിക്സിൽ ഷോട്ട് പുട്ടിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. പല അത്ലറ്റിക് മീറ്റിലും ജാവലിൻ ത്രോയിലും ഡിസ്കസ് ത്രോയിലും ഒക്കെ മെഡൽ നേടിയിട്ടുണ്ട്. ഹിമാലയൻ കാർ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടി ദീപ മാലിക്കിനുണ്ട്. അവർക്ക് നമ്മളെ പോലെ നടക്കാനും ഓടാനും ഒന്നും പറ്റില്ല. അവർ ഒരു വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കായിക താരങ്ങൾക്കുള്ള പാരാലിമ്പിക്സിലാണ് അവർ പങ്കെടുത്ത് മെഡൽ നേടിയത്. 2017 രാജ്യം ദീപയെ പത്മശ്രീ നൽകി ആദരിച്ചു. ദീപയുടെ ശരീരം മാത്രമേ തളർന്നു പോയുള്ളൂ, മനസ്സിപ്പോഴും ആക്റ്റീവാണ്. അങ്ങനെയാണ് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അവർ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് പ്രപഞ്ച രഹസ്യങ്ങളെ അനാവരണം ചെയ്യാൻ ശ്രമിച്ച ഒരു ശാസ്ത്രജ്ഞനെ പറ്റിയാണ്. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പതിനെട്ടാം പേജിലെ റീഡ് ആൻഡ് റിഫ്ലക്ട് പാർട്ട് ഒന്ന് നോക്കുക. Dr. Kalam exhorts everybody to be unique in his or her own way. There are many people who have proved their uniqueness even while fighting adversities and limitations. Stephen Hawking's profile reveals how he has overcome his disabilities to become the supernova of physics. നിങ്ങൾ മറ്റുള്ളവരെ പോലെയാകാതെ നിങ്ങളാകാൻ ശ്രമിക്കുക എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം ആഹ്വാനം ചെയ്തു. പ്രതിസന്ധികളോടും പരിമിതികളോടും പടവെട്ടി തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിച്ചെടുത്ത അനേകം പേരുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് എങ്ങനെയാണ് തന്റെ ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ഫിസിക്സിന്റെ സൂപ്പർനോവയായി മാറിയതെന്ന് നോക്കാം. അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. നാലപ്പാട്ട് നാരായണ മേനോന്റെ കവിതയാണിത്. ആദിമകാലം മുതൽക്ക് തന്നെ മനുഷ്യൻ പ്രപഞ്ച രഹസ്യങ്ങളിൽ തൽപരനായിരുന്നു. ഭൂമിയും അത് ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചവും എങ്ങനെയുണ്ടായി, ജീവജാലങ്ങളുള്ള മറ്റു ലോകങ്ങളുണ്ടോ എന്നുള്ള വിഷയങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർ ഇന്നും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചോൽപത്തിയെപ്പറ്റിയും തമോഗർത്തങ്ങളെപ്പറ്റിയും പഠിച്ച് അനേകം സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഏറ്റവും കൂടുതൽ പ്രപഞ്ച രഹസ്യങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞനും അദ്ദേഹമാണ്. പ്രധാനപ്പെട്ട ഒരു വസ്തുത ഹോക്കിങ്ങിന് ചലനശേഷിയില്ല എന്നതാണ്. ഒരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. നമ്മളെല്ലാം പ്രചോദിപ്പിക്കുന്ന ആ മഹാപ്രതിഭയുടെ ലഘു ജീവചരിത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കിറ്റി ഗെയിൽ ഫെർഗൂസൺ എന്ന എഴുത്തുകാരിയാണ് അദ്ദേഹത്തിന്റെ ലഘു ജീവചരിത്രം എഴുതിയിരിക്കുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കോക്രോഫ്റ്റ് ലെക്ചർ റൂം 1980 ഏപ്രിൽ 29. ശാസ്ത്രജ്ഞന്മാരും യൂണിവേഴ്സിറ്റിയിലെ വിശിഷ്ട വ്യക്തികളും ഹാളിൽ സന്നിഹിതരാണ്. പുതിയ മാത്സ് പ്രൊഫസറുടെ ആദ്യ ലെക്ചറിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. 38 വയസ്സുള്ള ഗണിതശാസ്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു ആ പ്രൊഫസർ. സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രം ഉടൻ ഇല്ലാതാകുമോ? ഇതായിരുന്നു ലെക്ചറിന്റെ വിഷയം. ഹോക്കിങ്ങിന്റെ അഭിപ്രായത്തിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിന്റെ പ്രസക്തി ഉടൻ നഷ്ടപ്പെടും. പ്രപഞ്ചത്തെയും അതിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുന്ന സിദ്ധാന്തത്തെയും കണ്ടെത്താൻ അദ്ദേഹം എല്ലാവരെയും ക്ഷണിച്ചു. ഹോക്കിങ്ങിന്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം വായിച്ചത്. ആ സമയത്ത് ഹോക്കിംഗ് തന്റെ വീൽ ചെയറിൽ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. ഹോക്കിങ്ങിന്റെ ശാരീരികാവസ്ഥ കണ്ട ശാസ്ത്രജ്ഞന്മാർക്ക് അദ്ദേഹം പ്രപഞ്ച വിശദീകരണ സിദ്ധാന്തം രൂപീകരിക്കുമെന്ന് തോന്നിയില്ല. 1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ഫ്രാങ്ക് ഹോക്കിങ്ങിന്റെയും ഇസോബൽ ഹോക്കിങ്ങിന്റെയും മകനായി സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചു. പ്രശസ്ത പബ്ലിക് സ്കൂളായ വെസ്റ്റ്മിൻസ്റ്റർ സ്കൂളിൽ അദ്ദേഹത്തെ ചേർക്കാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. പക്ഷേ സ്കോളർഷിപ്പ് പരീക്ഷാ സമയത്ത് സ്റ്റീഫൻ അസുഖം ബാധിച്ച് കിടപ്പിലായി. പിന്നീട് അദ്ദേഹം സെയിന്റ് ആൽബർട്ട് സ്കൂളിലാണ് പഠിച്ചത്. ശാസ്ത്രജ്ഞനാവുക എന്നതായിരുന്നു കുട്ടിക്കാലം മുതലെയുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ സ്റ്റീഫൻ മെഡിസിൻ പഠിക്കണമെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ ആഗ്രഹിച്ചു. പക്ഷേ സ്റ്റീഫന് ബയോളജി ഇഷ്ടമില്ലായിരുന്നു. പഠനകാലത്ത് ഒരു വലിയ പ്രതിഭയൊന്നുമല്ലായിരുന്നു ഹോക്കിംഗ്. പഠനത്തിൽ അദ്ദേഹം ശരാശരി നിലവാരമായിരുന്നു പുലർത്തിയിരുന്നത്. സ്റ്റീഫൻ വായിക്കാൻ പഠിച്ചത് താമസിച്ചാണ്. കൈയക്ഷരവും മോശമായിരുന്നു. കോളേജിൽ ചേരുമ്പോൾ മാത്സും ഫിസിക്സും പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ താൻ പഠിച്ച ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ മകന് പഠിക്കണമെന്നായിരുന്നു ഫ്രാങ്ക് ഹോക്കിങ്ങിന്റെ ആഗ്രഹം. ഓക്സ്ഫോർഡിൽ മാത്സ് ഇല്ലായിരുന്നു. ഓക്സ്ഫോർഡിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്കായി അദ്ദേഹം കെമിസ്ട്രിയും ഫിസിക്സും വളരെ കുറച്ച് മാത്സും പഠിച്ചു. അദ്ദേഹം പരീക്ഷയും ഇന്റർവ്യൂവും നല്ല നിലയിൽ പാസ്സായി. 1959 17-ാം വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ഓക്സ്ഫോർഡിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. ഫിസിക്സ് ആയിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്ത പ്രധാന വിഷയം. ആദ്യമൊക്കെ അദ്ദേഹത്തിന് ക്യാമ്പസ് വിരസമായി അനുഭവപ്പെട്ടു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായി. പാഠ്യേതര പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. പക്ഷേ 3-ാം വർഷ അവസാനമായപ്പോഴേക്കും ഹോക്കിംഗ് ഉഴപ്പി. അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ചേരാൻ അപേക്ഷിച്ചു. ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ നൽകാമെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ അറിയിച്ചു. എന്നാൽ ഫസ്റ്റിനും സെക്കൻഡിനും ഇടയിലുള്ള ഒരു ഗ്രേഡ് മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. എക്സാമിനേഴ്സ് ഹോക്കിങ്ങിനോട് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഞാൻ കേംബ്രിഡ്ജിൽ പോകും, സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ തന്നെ തുടർന്ന് പഠിക്കും. എക്സാമിനേഴ്സ് അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് നൽകി.
ഹോക്കിംഗ് PhD ചെയ്യാൻ കേംബ്രിഡ്ജിലേക്ക് പോയി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യ വർഷം കുഴപ്പങ്ങൾ നിറഞ്ഞതായിരുന്നു. നേരത്തെ മാത്സ് പഠിക്കാത്തത് ഇപ്പോഴത്തെ ഗവേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു. 3-ാം വർഷം മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഹോക്കിംഗ് 1-2 തവണ മറിഞ്ഞു വീണു. തന്റെ ഷൂ സ്ട്രിംഗ് കെട്ടാൻ അദ്ദേഹത്തിന് പ്രയാസം നേരിട്ടു. ചിലപ്പോൾ ശബ്ദത്തിനും എന്തോ തടസ്സം നേരിട്ടു. 1963 അദ്ദേഹത്തിന് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന അപൂർവ രോഗം ബാധിച്ചിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. നെർസിന്റെയും സ്പൈനൽ കോഡിന്റെയും കോശങ്ങൾ നശിച്ചു പോകുന്ന രോഗമാണിത്. രോഗവിവരം അറിഞ്ഞ അദ്ദേഹം വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു. തന്റെ ഭാവി എന്തായി തീരുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പോലെ അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഈ തോന്നലൊക്കെ പിന്നീട് മാറി. മരിക്കുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ അസുഖം അതിവേഗം ശരീരത്തിൽ വ്യാപിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇനി 2 വർഷത്തെ ജീവിതം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ അസുഖം വ്യാപിക്കുന്നത് കുറഞ്ഞു. തൽക്കാലത്തേക്കാണെങ്കിലും ഹോക്കിങ്ങിന് സുഖപ്പെട്ടു. സെയിന്റ് ആൽബൻസ് കോളേജിലെ ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ചാണ് ഹോക്കിംഗ് ജെയിൻ വേൾഡിനെ പരിചയപ്പെട്ടത്. ജെയിനിന് ഹോക്കിങ്ങിന്റെ ബുദ്ധിയും വ്യക്തിത്വവും ഇഷ്ടമായി. രോഗബാധിതനായ ശേഷമുള്ള ഹോക്കിങ്ങിന്റെ ശാരീരിക മാനസികാവസ്ഥ അദ്ദേഹവുമായുള്ള ജെയിനിന്റെ അടുപ്പത്തെ കുറച്ചില്ല. അവരുടെ സൗഹൃദം തുടർന്നു. ഒരുമിച്ച് നിന്നാൽ പലതും നേടാനാവുമെന്ന് രണ്ടുപേരും മനസ്സിലാക്കി. 1965 ഹോക്കിങ്ങിന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കായസ് കോളേജിൽ നിന്നും ഫെലോഷിപ്പ് ലഭിച്ചു. അതേ വർഷം തന്നെ അദ്ദേഹവും ജെയിനും വിവാഹിതരായി. കേംബ്രിഡ്ജിൽ പ്രശസ്ത ശാസ്ത്രജ്ഞന്മാർ പ്രഭാഷണം നടത്താനായി വരുമ്പോൾ ഹോക്കിംഗ് അവരോട് അപ്രതീക്ഷിതവും മറ്റാരും ചോദിക്കാത്തതുമായ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഒരു ജീനിയസ് എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി. 1980 അദ്ദേഹം ഒരു വലിയ സംരംഭത്തിൽ ഏർപ്പെട്ടു. പ്രപഞ്ചത്തെപ്പറ്റി ഒരു പുസ്തകം എഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു. ചില രസകരങ്ങളായ ചോദ്യങ്ങളെപ്പറ്റി അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. പ്രപഞ്ചം എവിടെ നിന്നും വന്നു? പ്രപഞ്ചം അനന്തമാണോ? പ്രപഞ്ചം അവസാനിക്കുമോ? പ്രപഞ്ചത്തെപ്പറ്റി സമ്പൂർണമായ ഒരു സിദ്ധാന്തമുണ്ടോ? സമയം എപ്പോഴാണ് തുടങ്ങിയത്? സമയത്തെ പിറകോട്ട് ഓടിക്കാൻ പറ്റുമോ? പ്രപഞ്ചശാസ്ത്രം എന്തെന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. 1984 ഹോക്കിംഗ് ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കി. തിരുത്തൽ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹം സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കാൻ പോയി. അവിടെ വെച്ച് ന്യൂമോണിയ ബാധിച്ച് ഹോക്കിംഗ് കിടപ്പിലായി. അബോധാവസ്ഥയിലായ അദ്ദേഹത്തെ ഡോക്ടർമാർ വെന്റിലേറ്ററിലാക്കി. ജീവൻ രക്ഷിക്കാനായി അദ്ദേഹത്തിന് ട്രാക്യോട്ടമി ഓപ്പറേഷന് വിധേയനാകേണ്ടി വന്നു. അതിന്റെ ഫലമായി ഹോക്കിങ്ങിന്റെ സംസാരശേഷി നഷ്ടമായി. ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തിയ അദ്ദേഹത്തിന് ശാരീരിക അവശതകൾ മൂലം തന്റെ ഗവേഷണം നിർത്തിവെക്കേണ്ടി വന്നു. വാൾട്ട് ഓൾട്ടോസ് എന്ന കമ്പ്യൂട്ടർ വിദഗ്ധൻ അദ്ദേഹത്തിന് ഈക്വലൈസർ എന്നൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അയച്ചു കൊടുത്തു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും വാക്കുകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ഹോക്കിംഗ് സംസാരിച്ചു തുടങ്ങി. ഹോക്കിങ്ങിന്റെ വിദ്യാർത്ഥിയായ ബ്രയൻ വിറ്റിന്റെ സഹായത്തോടെ അദ്ദേഹം 1988 തന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകമാണ് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. കാലിക പ്രസക്തമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി 2005 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം പുനഃപ്രസിദ്ധീകരിച്ചു. സ്റ്റീഫൻ ഹോക്കിംഗ് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് നേടിയതെല്ലാം അത്ഭുതമാണ്. പക്ഷേ തന്റെ വൈകല്യം ഹോക്കിംഗ് പോലും കാര്യമായി എടുക്കുന്നില്ല. അദ്ദേഹത്തെ കാണുന്ന നമ്മുടെ അടുത്ത് നിന്നും അദ്ദേഹം സഹതാപം പ്രതീക്ഷിക്കുന്നില്ല. തന്നെ തളർത്തിയ അസുഖത്തെ മറികടന്ന ഹോക്കിംഗ് ഫിസിക്സിലെ സൂപ്പർനോവയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയത് വീൽ ചെയറിൽ ഇരുന്നാണ്. അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു, ചലനശേഷി നഷ്ടപ്പെട്ടു, സംസാരശേഷിയും പോയി. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് തളർന്നില്ല. ഡോക്ടർമാർ അദ്ദേഹത്തിന് 2 വർഷത്തെ ആയുസ് വിധിച്ചു. പക്ഷേ അദ്ദേഹം 53 വയസ്സ് കൂടി ജീവിച്ചു. തന്റെ അസാമാന്യമായ മനഃശക്തി കൊണ്ട് അദ്ദേഹം തന്റെ ആയുസ് നീട്ടിയെടുത്തു. ഹോക്കിങ്ങിന്റെ തിയറീസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുകൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഹോക്കിങ്ങിനെ പോലെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരാൾക്ക് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? ടെക്സ്റ്റിൽ പറയാത്ത 2 കാര്യങ്ങൾ കൂടി പറയട്ടെ. 1995 ഹോക്കിംഗ് ജെയിൻ വേൾഡിൽ നിന്നും വിവാഹമോചനം നേടി. 2018 സ്റ്റീഫൻ ഹോക്കിംഗ് അന്തരിച്ചു. ഇനി ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1 റൈറ്റിംഗ്. അറ്റംപ്റ്റ് ആൻ അസസ്മെന്റ് ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് ഹോക്കിംഗ് ഇൻ എ ഷോർട്ട് പാരഗ്രാഫ്. ഹോക്കിങ്ങിന്റെ വ്യക്തിത്വത്തെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതുക. ഈ ആക്ടിവിറ്റിയുടെ സൊല്യൂഷൻ ഈ ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സ് ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും നോട്ട്സിൽ ലഭ്യമാണ്. നോട്ട്സ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ലിസ്റ്റ് ദ ഫാക്ട്സ് യു ഹാവ് ലേൺഡ് അബൌട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ ദ ടൈം ലൈൻ ഗിവൺ ബിലോ. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കാലക്രമത്തിൽ എഴുതുക. നെറ്റിന്റെ സഹായം തേടാവുന്നതാണ്. Now look at the list you have made. What facts do the readers expect in a profile? ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ വ്യക്തിവിവരണ കുറിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? ഈ ആക്ടിവിറ്റിയുടെ സൊല്യൂഷൻ നെറ്റിന്റെ സഹായത്തോടെ കണ്ടെത്തുക. ആക്ടിവിറ്റി 3 ഇന്റർവ്യൂ. Read the excerpt from the interview of Stephen Hawking by Kitty Gale Ferguson. She interviews him to collect details for his biography. Find out Stephen's responses from the profile and complete the interview. സ്റ്റീഫൻ ഹോക്കിങ്ങുമായി കിറ്റി ഗേൽ ഫെർഗൂസൺ നടത്തിയ അഭിമുഖത്തിന്റെ ഒരു ഭാഗമാണ് താഴെ തന്നിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഹോക്കിംഗ് പറയാൻ സാധ്യതയുള്ള മറുപടി എഴുതുക. സാമ്പിൾ ആൻസർ നൽകിയിരിക്കുന്നു.
Now prepare a set of questions and conduct an interview with a person who has become successful in any field in your locality. You can identify people who became successful in any walk of life, such as farming, entrepreneurship, the civil services, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എക്സെട്ര. ഒരു സെറ്റ് ചോദ്യങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം നിങ്ങളുടെ താമസ സ്ഥലത്തുള്ള ഒരു പ്രശസ്ത വ്യക്തിയുമായി അഭിമുഖ സംഭാഷണം നടത്തുക. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇവിടെ നൽകിയിരിക്കുന്നത് കാണുക. Activity 4. Profile. Using the responses you received from the person you interviewed, prepare his or her profile. നിങ്ങൾ അഭിമുഖം നടത്തിയ വ്യക്തിയുടെ വ്യക്തി വിവരണക്കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈൽ മാതൃകയായി തന്നിരിക്കുന്നു. Activity 5. Speech. Read the following statements from the profile of Stephen Hawking. Shortly after I came out of hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things I could do. Can you find out similar incidents that happened in the lives of other great people such as Helen Keller, Vilma Rudolph, Valentina Tereshkova, etc.? Prepare a short speech on any one of them so as to deliver it before the school assembly. ഇതുപോലെ പ്രതിസന്ധികൾ അതിജീവിച്ച് മഹത്വം ആർജിച്ച ഏതെങ്കിലും വ്യക്തിയെപ്പറ്റി ഒരു ലഘു പ്രസംഗം തയ്യാറാക്കുക. സാമ്പിൾ സ്പീച്ച് നൽകിയിട്ടുണ്ട്. Activity 6. Group discussion. Now conduct a group discussion on the topic adversities in life should make you better, not bitter. ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതം കൈപ്പേറിയതാക്കുന്നില്ല, മറിച്ച് ജീവിതം മെച്ചമാക്കുന്നു എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സംഘടിപ്പിക്കുക. മാതൃകാ ഗ്രൂപ്പ് ഡിസ്കഷൻ വീഡിയോസ് യൂട്യൂബിൽ കാണുക. Activity 7. Cohesive devices. Note the use of words like moreover, nevertheless, however, etc. in the profile. These words, which show the relationship between sentences and hold a text together, are known as cohesive devices. Identify a few such expressions or words and complete the following. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈലിൽ മോറോവർ, നെവർദലസ് എന്നീ വാക്കുകളുടെ ഉപയോഗം ശ്രദ്ധിക്കുക. ഇവ രണ്ട് സെന്റൻസസ് തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള വാക്കുകളെ കോഹസീവ് ഡിവൈസസ് എന്നാണ് വിളിക്കുന്നത്. കോഹസീവ് ഡിവൈസസിന്റെ ചില ഫംഗ്ഷൻസും എക്സാമ്പിൾസും താഴെ ടേബിളിൽ തന്നിരിക്കുന്നു. Let's practice. Choose the correct cohesive devices from the box given to complete the sentences. Each one is to be used only once. ബോക്സിൽ നിന്നും ശരിയായ കോഹസിവ് ഡിവൈസസ് തിരഞ്ഞെടുത്ത് താഴെ കാണുന്ന സെന്റൻസസ് ഫില്ലപ്പ് ചെയ്യുക. ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. Activity 8. Collocation. Collocation is the way in which some words are used together in combination. Example, commit a crime is a standard collocation in English. Did a crime is not. ഭാഷാ പ്രയോഗ ശൈലി പോലെ ചില വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് കൊളോക്കേഷൻ. ഉദാഹരണം, കമ്മിറ്റ് എ ക്രൈം. ഡിഡ് എ ക്രൈം എന്ന് പറയാറില്ല. Look at the expressions used in the biography of Stephen Hawking. Stephen Hawking has overcome his crippling disease to become the supernova of world physics. The words in italics go together. In other words, crippling collocates with disease. ഇവിടെ ഇറ്റാലിക്സിൽ നൽകിയിരിക്കുന്ന ക്രിപ്ലിംഗ് ഡിസീസ് മറ്റൊരു കൊളോക്കേഷൻ ആണ്. ക്രിപ്ലിംഗ്, ഡിസീസ് എന്നീ വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അത് രോഗത്തിന്റെ തീവ്രതയെ കാണിക്കുന്നു. Given below are a set of collocations which can be used to express success. ഇനി ബോക്സിൽ നൽകിയിരിക്കുന്ന കൊളോക്കേഷൻസ് എടുത്ത് തന്നിരിക്കുന്ന പാരഗ്രാഫിലെ ബ്ലാങ്ക്സ് ഫില്ലപ്പ് ചെയ്യുക. ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്.
സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവിതകഥ വളരെ ഇൻസ്പയറിംഗ് ആണ് അല്ലേ? ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. ഈ ചാനലിലെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളുടെ +1, +2 VHSE സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.